കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യേശു കഫർന്നഹൂമിൽ വന്നു. വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചതെന്ത് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. യേശു ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണമെന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവർ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ണനെ കാണുകയാണ്. അയാൾ തേരിലിരുന്ന് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഫിലിപ്പോസ് അടുത്തെന്ന്, നീ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? അതുപോലെയാണ് ഈ വചനം. നമ്മൾ ലിറ്ററലി അക്ഷരികമായി വ്യാഖ്യാനിച്ചാൽ ഈ വചനം വായിക്കുന്ന ഒരു ലോക മനുഷ്യൻ പിന്നെ കർത്താവിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം കർത്താവ് ഒരു നെഗറ്റീവ് ഉത്തരമാണ് കൊടുക്കുന്നതെന്ന് തോന്നും. എനിക്ക് മുൻനിരയിലിരിക്കാനാണ് ഇഷ്ടം. കർത്താവ് പറയണം, നോ, നീ പോയി പുറകിലത്തെ നിരയിലിരിക്കണം. എനിക്ക് മറ്റുള്ളവരാൽ സേവിക്കപ്പെടാനാണ് ആഗ്രഹം. കർത്താവ് പറയണം, നീ പോയി എല്ലാവരെയും സേവിക്കുക. പക്ഷെ നമ്മുടെ കർത്താവ്, അവൻ സ്നേഹമാണ്. അവനേക്കാൾ ബുദ്ധിമാൻ ആരുമില്ല. അവൻ്റെ അത്രയും ആലോചനക്കാരനും ശക്തനും വേറെയില്ല. അവനെ പോലെ കെയർ ചെയ്യുന്ന ഒരാൾ, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും കെയർ ചെയ്യുന്ന വേറൊരാളില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഞങ്ങളുടെ ഇടയിൽ വലിയവനാരാണ്? കർത്താവ് പറയും, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരാൾ ശുശ്രൂഷിക്കപ്പെടാനല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല, അലയാനും വലയാനും കഴിയത്തില്ല. പിന്നെ ഒരു മീറ്റിംഗ് പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും മുമ്പിലിരിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏറ്റവും പുറകിൽ പോയിരിക്കും. എന്നിട്ട് എല്ലാവരും അങ്ങ് ശുശ്രൂഷിക്കുക, ഹാർഡ് വർക്ക് ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് എന്ന് പറയാൻ കെട്ടിപ്പിടിച്ചിട്ട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ശിശുവിനെ കൈക്കൊള്ളണം യേശുവിൻ്റെ നാമത്തിൽ. അത് ശ്രദ്ധിക്കണം. യേശുവിൻ്റെ നാമത്തിലല്ലാതെ ഒരു ശിശുവിനെ നിങ്ങൾ കൈക്കൊണ്ടേ. നിങ്ങളുടെ ഓഫീസിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ ആൾക്കാർ മന്ദബുദ്ധി എന്ന് വിളിക്കും. ഇത്ര വയസ്സായി ഇപ്പോഴും കൊച്ചുങ്ങളുടെ ബുദ്ധിയാണോ എന്ന് പറയും. ഇതങ്ങനെയല്ല. ക്രിസ്തുവിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു കൊച്ചിനെ ഒന്ന് കൈക്കൊണ്ടേ. എന്നിട്ട് ഈ പറഞ്ഞ ജോലിയൊന്ന് ചെയ്തേ. ഈ ഹാർഡ് വർക്കിംഗ് അങ്ങ് ചെയ്തേ. ശരിയാണ്, നിങ്ങൾക്കിപ്പോൾ പ്രസംഗിക്കാൻ അവസരമില്ല, നിങ്ങൾക്ക് മുമ്പിലിരിക്കാൻ അവസരമില്ല, നിങ്ങൾക്ക് അസേര ഇടാനുള്ള അവസരമേ ഉള്ളൂ, പാവിരിക്കാനുള്ള അവസരമേ ഉള്ളൂ, മുറ്റം തൂക്കാനുള്ള അവസരമേ ഉള്ളൂ. ഈ ക്രിസ്തുവിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ കൊച്ചിനെ ഒന്ന് കൈക്കൊണ്ടിട്ട് നിങ്ങളിതൊന്ന് ചെയ്തേ. മറ്റവൻ മുമ്പിലിരുന്ന് ചെയ്യുന്നതിനേക്കാളും സന്തോഷവും തൃപ്തിയും നിങ്ങൾക്ക് കിട്ടും, അനുഗ്രഹം കിട്ടും, എനർജി കിട്ടും. ഒന്നുമില്ലാതെ ശുശ്രൂഷിക്കപ്പെടുന്നവൻ തളർന്നു വീഴുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന നീ എനർജിയോടെ നിൽക്കും. ക്രിസ്തുവിൽ നിങ്ങളൊരു ശിശുവിനെ കൈക്കൊള്ളണം. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല. അതാണ് നമ്മുടെ കർത്താവ്. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെ കൊള്ളുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ദാസത്വമല്ലേ? ഇനി നേരെ തിരിയുകയാണ്. നിങ്ങൾ എന്നെ കൈക്കൊണ്ടപ്പോൾ എന്നെ അയച്ച ദൈവത്തെയാണ് കൈക്കൊള്ളുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ കോടീശ്വരനും ഏറ്റവും വലിയ അധികാരസ്ഥനും ഏറ്റവും വലിയ ഭൂമുടമയും മുട്ടുകുത്തുന്ന സേവിക്കുന്ന ദൈവം നിങ്ങളുടെ അടുത്ത് വരികയാണ്. തുടങ്ങിയത് അവിടുന്ന്. നിങ്ങളിൽ ആരാണ് വലിയവനെന്നല്ലേ? ഇപ്പം പറ, നിങ്ങളിൽ ആരാണ് വലിയവൻ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വന്നേ. ഇത് എവിടുത്തെ വിഷയമാണ്? സഭയിലെ വിഷയമാണ്. മോശെ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാളും ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടം തിരഞ്ഞെടുത്തു. സഭാജീവിതത്തിൽ കഷ്ടമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ കഷ്ടം നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അകം കത്തിയെന്നാണ് പറയുന്നത് യേശുവിൻ്റെ സ്വരം കേട്ടപ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ആ രാത്രിയിൽ തന്നെ തിരിച്ചു പോകാനുള്ള എനർജി ആ തീ അവർക്ക് കൊടുത്ത്. ദൈവം നിങ്ങളോട് നിരന്തരം സംസാരിച്ചാലോ നിങ്ങൾ ക്ഷീണിക്കുകയില്ല, ഏറ്റവും എനർജിയുള്ള മനുഷ്യനാവും.
സഭാജീവിതത്തിലെ കഷ്ടങ്ങളെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ പറ്റും. രണ്ടാമത്, ദൈവപിതാവ് നിങ്ങളിൽ വന്ന് വാസം ചെയ്യും. നിങ്ങൾ ചോദിക്കാത്തതും ആഗ്രഹിക്കാത്തതും നനയ്ക്കാത്തതുമായ മഹത്വവും മഹിമയും നിങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും വരും. ആദ്യം രാജ്യവും ദൈവനീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭാജീവിതം, കുടുംബജീവിതവും സാമൂഹിക ജീവിതവും ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ.